ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മൾ ഗൂഗിളിൽ പലതരം കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട് അല്ലെ. ഈ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയിൽ പോയി കിടക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മളെ വീട്ടിലുള്ള കുട്ടികളോ വലിയ ആളുകളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ എന്നുള്ള നല്ലതോ ചീത്തോ എന്താണെങ്കിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സെർച്ച് ചെയ്തൊക്കെ അവരെ അറിയാന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം അത് നമുക്ക് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിതിന്ന് ഹിസ്റ്ററി ഒന്നും ഡിലീറ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണിൽ ഇവർ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അവർക്കത് കാണാത്ത രീതിയിൽ ഫുള്ള് ലോക്ക് ആവുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സെറ്റിംഗ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ ഗൂഗിൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററി ഒരാൾക്കും ഇനി കാണാൻ വേണ്ടി സാധിക്കില്ല. അത് പറയുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈലിൽ നമ്മൾ നിരന്തരം നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. പല വേണ്ടതും വേണ്ടായിട്ടുള്ള പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ ആരെങ്കിലും ഒരു ഫ്രണ്ട് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഹിസ്റ്ററിയിൽ ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ട്, ഓരോ ദിവസങ്ങളും എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ അത് വളരെ നാണക്കേടൊക്കെ ആയിട്ട് വരും. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലൊക്കെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. നമുക്കറിയാം ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിലീറ്റ് സെർച്ച് ഹിസ്റ്ററി കൊടുത്തു കഴിഞ്ഞാൽ, ബ്രൗസിംഗ് ഹിസ്റ്ററി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം പോകുന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും പോവാതെ തന്നെ അവർക്ക് ഹിസ്റ്ററിയിൽ എടുത്തെത്തുന്ന സമയത്ത് നമുക്ക് മണിച്ചിതമായിട്ട് കൂട്ടുന്ന പോലെ നമുക്ക് അതിലേക്ക് അവർ എത്തിക്കാതിരിക്കാൻ നമുക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ ഗൂഗിൾ കാണുന്നില്ലേ, ആ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾ സർവീസസ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓൾ സർവീസസ്. ആ ഓൾ സർവീസസിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെർച്ച് കണ്ടില്ലേ, ഇവിടെ കാണുന്നത് സെർച്ച് അസിസ്റ്റന്റ് ആൻഡ് വോയിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ആൻഡ് സേഫ്റ്റി സെർച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അല്ലെ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സെർച്ച് ഹിസ്റ്ററി കാണിക്കുന്നുണ്ട്. സെർച്ച് ഹിസ്റ്ററി എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് വളരെ കൃത്യമായി നമുക്ക് ഇതിനെ ലോക്ക് ചെയ്യാൻ സാധിക്കും. അതായത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടത് മനസ്സിലാവും. നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും സേവ് ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇത് ഡിലീറ്റ് ഓട്ടോ ഡിലീറ്റ് ആവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു 3 മാസം 6 മാസം കൂടുമ്പോഴേക്കും ഓട്ടോ ഡിലീറ്റ് ആവാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതിന്റെ താഴെയുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഈ ഓട്ടോ ഡിലീറ്റിന്റെ കാര്യത്തിൽ നമുക്കൊന്ന് ഓട്ടോ ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാം. നമുക്കിവിടെ ഒരു ഡിലീറ്റ് ആവാൻ, അതായത് നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഓട്ടോ ഡിലീറ്റ് ആവാൻ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 18 മാസം 36 മാസം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഓട്ടോ ആയിട്ട് ഡിലീറ്റ് ആവും. പക്ഷെ ഇവിടെ നമുക്ക് ഡിലീറ്റ് ഒന്നും ചെയ്യാതെ തന്നെ സാധനങ്ങളെല്ലാം സെർച്ച് ഹിസ്റ്ററിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഒരാൾക്ക് നോക്കിയാലും കാണില്ല എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാനേജ് മൈ ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻസ് ആണ് കാണുന്നത്. റിക്വയർ ഡോണ്ട് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷനും റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ. ഇത് ഡിഫോൾട്ട് ആയിട്ട് വന്ന് നിൽക്കുക എവിടെയാണ്, ഏറ്റവും താഴെയുള്ള ഓപ്ഷനിലാണ്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് നമ്മൾ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഹിസ്റ്ററിയിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ ഒന്ന് ടിക്ക് ചെയ്തിട്ട് താഴെ സേവ് കൊടുക്കാം. അങ്ങനെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഹിസ്റ്ററി ആരെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം തോന്നിയിട്ട് അവർ ഹിസ്റ്ററി സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഇതേപോലെ നിങ്ങളോട് വെരിഫിക്കേഷൻ ചോദിക്കും.